വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് റോട്ട് വീലറിനെയും അതുപോലെ തന്നെ അതിൻ്റെ പപ്പീസിനെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ബ്രീഡിങ്ങിൻ്റെ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യാനാണ് ഇന്ന് പോണത്. നമ്മളിപ്പോൾ ലിസേനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ലിസയുടെ ഓണറാണ് നിൽക്കുന്നത്, നമ്മുടെ അരുണ്, നമ്മുടെ ഫ്രണ്ടാണ്. അരുണിനെയും ലിസേനെയും കാണാൻ വേണ്ടി വന്നതാണ്. ഇരുന്നോ. നമ്മുടെ ലിസ ഉണ്ടല്ലോ, ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. 8-9 കുട്ടികളുള്ളത്. 9 പപ്പി അല്ലേ? 9 പപ്പി ഉണ്ടോ? 9 പപ്പീസ് ഉണ്ട് കേട്ടോ. നമുക്ക് പപ്പീസിനെയൊക്കെ ഒന്ന് കാണണം. അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡെലിവറി ടൈമും അതുപോലെ അതിൻ്റെ പീരീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ലിസേനെ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 9 കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോവാം. പപ്പീസിനെ അറിയാൻ പിടിച്ച ശീല കേട്ടോ. ഇതുള്ളൊരു പപ്പിയാണ് കേട്ടോ, ഒരു കിടലഞ്ചാതി പപ്പി തന്നെയാണ്. ഇതിന്റെ ഹെഡും സൈസും കാര്യങ്ങളൊക്കെ കണ്ടറിയാം. നല്ല അത്യാവശ്യം നല്ല കിടജാതി സൈസിലേക്ക് എത്തും കേട്ടോ. ഇതിൻ്റെ ഒരു ക്രോസിംഗ് ടൈം മുതലുള്ള കുറച്ച് ഡീറ്റെയിൽ നമുക്കറിയാം. അതായത് 65 ഡേയ്സോ 60 ദിവസം 65 ദിവസം എത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ 68-65 ദിവസത്തിനുള്ളിൽ ഇവർ ക്രോസ് ആയതിനു ശേഷം പപ്പീസ് നമുക്ക് വരും. റോട്ട് വീലർ പപ്പീസിനെ എടുക്കുമ്പോൾ എല്ലാവരും പേടിയെന്ന് അറിയോ, ഇത് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുമോ, അതുപോലെ നമുക്ക് ഇവരെ ഇണക്കി നിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടി ഭയങ്കരമാണ്. അപ്പൊ അതിന്റെ അഭിപ്രായം എന്താ? ശരിക്കും ഇതേ ഞാനിപ്പോ ഏകദേശം റോട്ട് മാത്രം ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷത്തിന്റെ അടുത്തായി. പിന്നെ മുന്നേ അത്യാവശ്യം നല്ല ബ്ലഡ് ലൈൻ 2 എണ്ണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എന്റെ മുന്നത്തെ വർഷമാണ് അത് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മള് കെട്ടിട്ട് വളർത്തുന്ന പരിപാടിയില്ല. അത് മാത്രമല്ല എല്ലായിടത്തും മതില് പോലും ഇല്ല, ചില ഭാഗം ഓപ്പണ. നമ്മുടെ ഈ വീടിന് മതിലില്ല. ഞാനത് നോക്കിയ കാര്യം എന്താ വെച്ചാൽ എല്ലായിടത്തും മതില് വേണം. 6 അടി അല്ലെങ്കിൽ 8 അടി പൊക്കത്തിലുള്ള മതിലുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ എല്ലാ വീട്ടുകാരായിട്ടും നല്ല കമ്പനിയാണ് എല്ലാവരായിട്ടും. പിന്നെ ഇപ്പൊ റോട്ട് എന്നല്ല, ഏത് ഡോഗിനെ ഇപ്പൊ നിർത്തണ ലാബിനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ അഗ്രസീവ് ആക്കാം. നമ്മളാക്കണതാണ്, നമ്മള് വളർത്തണ പോലെ ഇരിക്കും അവരുടെ അഗ്രസീവും കാര്യങ്ങളും. അത് എന്താ വെച്ചാൽ നമുക്ക് അവർക്ക് തന്നെ ഒരു തോന്നൽ വരിക, എന്താ ഇപ്പൊ ഞാൻ ഒരാൾ മാത്രം തന്നെ നോക്കണത് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുമ്പോ അവര് സ്വാഭാവികമായിട്ടും ആ ഒരാളായിട്ട് മാത്രം കൂടുതൽ ഇണങ്ങും. ബാക്കി നമുക്ക് ഏത് ഡോഗിനെ വേണമെങ്കിൽ നമുക്ക് വൺ മാസ്റ്റർ ആക്കാം. ഇപ്പൊ വന്നിട്ട് എസ്കോബാർ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ട് ഡോഗാണ്, സെർബിയൻ ഇമ്പോർട്ട്. ഡോക്ടർ ടെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് ചാമ്പ്യൻ കുട്ടിയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇതിന് ഈ പെഡിഗ്രി നോക്കണ പോലെ തന്നെ നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഈ കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യ KCA സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ ഗുണം വരുന്നത്? KCA സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 തലമുറയുടെ വരെ ബ്ലഡ് ലൈനിന്റെ അതിൽ അറിയാൻ പറ്റും. മൈക്രോചിപ്പ് ഉണ്ടാവും. മൈക്രോചിപ്പ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഫുൾ പപ്പിയുടെ ഫുൾ ഡീറ്റെയിൽ ആയി നമുക്ക് കിട്ടും. KCA സർട്ടിഫിക്കറ്റോട് എടുക്കുമ്പോൾ നമുക്ക് ഫാദർ സൈഡും മദർ സൈഡും നമുക്ക് വിശ്വസിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോഗാണ് ഉള്ളതുകൊണ്ട് നമുക്കിനി പൊതുവെ ബ്രീഡിംഗ് പർപ്പസിന് എടുക്കുകയാണെങ്കിൽ അത് ഗുണമായിരിക്കും. അതെ, കാരണം പുതിയൊരു ഡോഗ് ഇപ്പൊ ഒരു ഫീമെയിൽ പപ്പി ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഡോഗ് ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോ ഇന്നതിന്റെ കുട്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാം ഇന്ന കോമ്പിനേഷൻ വർക്കൗട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഔട്ട്പുട്ട് കിട്ടും പുറത്തേക്ക് നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ആ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ലൈൻ വെച്ചിട്ടാണ് അതിന്റെ കളികൾ മൊത്തം. അത് നല്ലതാണ്. അതുപോലെ നമുക്ക് വേണമെന്ന് അറിയോ, ഈ ഒരു ബ്രീഡിങ്ങിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കിടക്കുമ്പോൾ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഈ 60 ഡേയ്സ് അല്ലെങ്കിൽ 65 ഡേയ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു അറിയേണ്ട കാര്യം. അതായത് ഇതില് നമ്മളെ ഒരു ഫീമെയിൽ ഇപ്പോ ഫസ്റ്റ് ഹീറ്റ് ആവുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8ാമത്തെ മാസമാണ് ആദ്യത്തെ ഹീറ്റ്. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. 8ാമത്തെ മാസം
ഒന്നും ആയിട്ടില്ല. അതെ, ആ ഒരു പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല 8ാമത്തെ മാസത്തിലെ കുട്ടിക്ക്. അതുകൊണ്ട് നമ്മൾ അപ്പത്തെ ഹീറ്റിംഗ് ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 വയസ്സും ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ 6 മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 6 മാസത്തിൽ 6 മാസം കൂടുമ്പോഴാണ് അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് വരിക. ഞാൻ ഇവിടെ പറഞ്ഞ ഞാൻ സെക്കൻഡും കഴിഞ്ഞ് 3rd ഹീറ്റിലാണ് ഞാൻ 2 വയസ്സാവാറായിട്ടാണ് ഇവിടെ മേറ്റ് ചെയ്തത്. അപ്പോൾ ഏകദേശം നമുക്ക് ഹീറ്റ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 8-9ാമത്തെ ദിവസം കൊണ്ടുപോയിട്ട് നമ്മൾ ഹീറ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഹീറ്റ് പ്രൊജസ്ട്രോൺ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മളുടെ ഫീമെയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മെയിൽ ഡോഗിനും പകരം. അപ്പം അതിന് വേണ്ടിയിട്ട്, കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ചെയ്യണമല്ലോ, അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അവർ കറക്റ്റ് നമുക്കൊരു ഡേറ്റ് തരും. ഇന്ന ഡേറ്റിന് വെയിറ്റ് ചെയ്യണം. കാരണം അവരുടെ ബ്ലഡിലുള്ള കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് ഡേറ്റ് കിട്ടും. ആ കറക്റ്റ് ഡേറ്റിന് നമ്മൾ പറഞ്ഞിട്ട് കൊണ്ടുപോയി മേറ്റ് ചെയ്ത് ഏകദേശം ഇവിടെ ഇപ്പോൾ ഡെലിവറി ചെയ്ത് 62ാമത്തെ ദിവസമാണ്. ഇതിന്റെ ഫാദർ ഫാദർ പൊന്നാനിയിൽ. അപ്പോൾ നമുക്ക് മേറ്റിംഗ് ചാർജ് ഏകദേശം ഒരു 50,000 രൂപ നമുക്ക് മേറ്റിംഗ് ചാർജ് വരും. അപ്പോൾ നമ്മൾ അത്രയും അവരെ ബ്ലഡ് ലൈനും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഈ 60 ദിവസം എന്ന് പറഞ്ഞില്ലേ, ഈ 60 ദിവസം നമ്മൾ വേറെ എന്തെങ്കിലും മെഡിക്കലായിട്ട് വല്ല നമ്മൾ ക്രോസ് ചെയ്ത് അന്ന് മുതൽക്ക് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു 3 ദിവസം നല്ല ടാബ്ലറ്റ് ഏതെങ്കിലും വേറെ ടാബ്ലറ്റ് കൊടുക്കണം, വേറെ ഇളക്കി കളയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഇതിപ്പം EVON 400 ടാബ്ലറ്റ് EVON നമ്മൾ ക്രോസ് ചെയ്യണ വരെ നമ്മൾ കൊടുത്തോണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഞെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് അയഞ്ഞ് കിട്ടാനും ബോഡി ഒന്ന് അയഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഡേറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡേറ്റ് കൊണ്ടുപോയി നമ്മൾ മേറ്റ് ചെയ്ത് അന്ന് മുതൽക്ക് നമുക്ക് ഓരോ സപ്ലിമെന്റ്സ് ചെറുതായിട്ട് കൊടുക്കാം. അതായത് ഫോളിക് ആസിഡ് നമുക്ക് അങ്ങനെ ടാബ്ലറ്റ് കൊടുക്കാം. പിന്നെ ഏകദേശം നമ്മൾ കാൽസ്യം അങ്ങനെ കൊടുക്കാറില്ല എന്ന് പറയാൻ കാരണം ചിലപ്പോ കാൽസ്യം കുട്ടികൾ വളർച്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിക്ക് പ്രശ്നം വരും. അപ്പൊ നമുക്ക് മൾട്ടി വിറ്റാമിനും കാര്യങ്ങളും ഫുൾ ഡേ കൊടുത്തോണ്ടിരിക്കും, ഡെയിലി കൊടുത്തോണ്ടിരിക്കും. കഴിഞ്ഞിട്ട് ഒരു 55 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം കൊടുക്കും. 55 ദിവസം കഴിഞ്ഞിട്ട് കാൽസ്യം കൊടുക്കണം. കാരണം ഒരു ഫീമെയിലിന് പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഫീമെയിലിന് പുഷ് ചെയ്യാനും അതുപോലെ കുട്ടികളെ പുറത്തേക്ക് കാൽസ്യം കുറവാണെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യാനും കാര്യങ്ങൾ നടക്കില്ല. അപ്പോഴാണ് നമുക്ക് ഈ സിസേറിയൻ കാര്യങ്ങൾ വരും. നമുക്ക് വീട്ടിൽ തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ വീട്ടിൽ തന്നെ ഡെലിവറി എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു മെഡിക്കലിലും അല്ലെങ്കിൽ ആ സപ്പോർട്ടും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഡെലിവറി സെറ്റപ്പ് ക്ലിയർ ആവും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിലിനെ നന്നായിട്ട് നടത്തിക്കുക. ചിലർ ചെയ്യും കൂട്ടില് കെട്ടിടും. അതിപ്പോ ഓവറായിട്ട് ചാടി കളിക്കുന്ന ഫീമെയിൽസ് ആണെങ്കിൽ ഒരു 10 ദിവസം 15 ദിവസം നമുക്ക് കെട്ടിടാം. അത് കഴിഞ്ഞാൽ അവരെല്ലാം ഒന്ന് അയഞ്ഞോളൂ. പിന്നെ അവരെ ഫ്രീ ആയിട്ട് വിടുക. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അവർ റോഡിൽ അലഞ്ഞിറക്കണം, അവർ സുഖമായിട്ട് ഡെലിവറി ആവണം. ഇതൊന്നും പ്രശ്നങ്ങളും അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരിക. പ്രഗ്നൻസിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരിക. നമ്മുടേതായിട്ടുള്ള ഹെൽപ്പ് പോലും ആവശ്യം. നമ്മുടേതായിട്ടുള്ള ചിലപ്പോൾ പപ്പീസ് എന്തെങ്കിലും ചിലപ്പോൾ പുറത്തേക്ക് വന്നിട്ടൊക്കെ ആണെങ്കിൽ അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് വലിച്ചെടുക്കാനോ കാര്യങ്ങളോ വലിച്ചെടുത്തിട്ട് നേരെ പൊക്കിൾക്കൊടി നമ്മൾ ചില ഫീമെയിൽസിന് നമുക്ക് ആവശ്യമില്ല, അവരെന്നെ കടിച്ച് കട്ട് ചെയ്യും. നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ല കത്രിക നന്നായി കട്ട് ചെയ്തിട്ടൊന്ന് കെട്ടി കൊടുക്കുന്ന ഇവിടെ ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 60 ദിവസം കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇവര് പപ്പീസിന് കൊടുക്കുള്ളൂ. അപ്പൊ ഈ 60 ദിവസത്തിനുള്ള ഇവര് അതായത് നോർമൽ ആയിട്ടുള്ള ഫീഡിങ് കൊടുക്കുമോ? ഇത് ഏകദേശം നമ്മൾ 14 ദിവസം കഴിയുമ്പോഴാണ് 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവര് കണ്ണു വയ്ക്കുക. അത് കഴിയുന്നവരെ കണ്ണു വയ്ക്കില്ല. ഇല്ല ഇവരെ പപ്പീസിനെ കണ്ടു. അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച അന്ന് മുതൽക്ക് ആ ഒരു ടൈം മുതൽക്ക് ഏകദേശം നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. രാത്രിയും പകലും ഇല്ലാണ്ട് 2 മണിക്കൂർ കൂടുമ്പോ 2-3 മണിക്കൂറിന്റെ ഉള്ളിൽ പാല് കുടിച്ചോണ്ടേയിരിക്കണം. ഡ്രൈ ആവാൻ പാടില്ലായിരുന്നു, അത് കൊടുത്തോണ്ടേയിരിക്കണം. ഏകദേശം നമ്മളൊരു കൊണ്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അതോ കുട്ടികളും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല, നമ്മളെപ്പോഴും എന്താ വെച്ചാൽ പപ്പീസിനും പശുവും വേറെ ഇടേ നല്ലത്. ചിലപ്പോ മെയില് കുട്ടികളിലൊക്കെ എടുത്ത് അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു 14 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്നെ ഒപ്പിടാം.
കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടൈമിൽ നമ്മൾ എന്തായാലും ഒപ്പിടാതെ അല്ലേ? ഓക്കെ. അപ്പൊ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് കൊടുത്ത് 2 സൈഡും മാറി മാറി കുടിപ്പിക്കണം. കുട്ടികൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിടിച്ചു കൊടുത്താൽ മതി. ഫീമെയിലിനെ ആക്കി കഴിഞ്ഞാൽ അവര് മോശം ചെയ്യലും മൂത്രമൊഴിക്കലും കാര്യങ്ങളൊക്കെ അവര് കഴിഞ്ഞു. ഭയങ്കര സംഭവം തന്നെ അല്ലേ നമ്മള്. ഓയ് ഇവിടെ നോക്കിയേ, അവളെ അമ്മേനെ നോക്കി കേട്ടാ. ബാക്കിയുള്ള പിള്ളേരെ കാണുന്നത്. പിന്നെ നമ്മള് എക്സ്ട്രാ ഫുഡ് പോലും പാലല്ലാതെ പിന്നെ അത് ഒരു നമുക്കൊരു കണ്ണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഫുഡ് നമുക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങും. കണ്ണ് വെച്ച് 15 ദിവസം കഴിഞ്ഞാൽ. ഞാനിപ്പോ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്ന നിലവില് റോയൽ കാനിന്റെ ആക്റ്റീവ് സ്റ്റാർട്ടറാണ്, മദർ ആൻഡ് ബേബി സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. അത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുതിർത്തിട്ട് നേരെ മിക്സിയിൽ അടിക്കും. അടിച്ചിട്ട് കുറച്ച് ആദ്യത്തെ ഒരു 3-4 ദിവസം നമ്മള് ഫീഡിങ് ബോട്ടിലാക്കിയിട്ട് ഓരോ ഒന്നിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഫീഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു ടൈമിൽ കുറച്ച് ഫീഡ് ചെയ്തു, അടുത്ത ടൈം കുറച്ചും കൂടി കൂടുതൽ ഫീഡ് ചെയ്തു, അങ്ങനെ കൂടി കൊണ്ടുപോയിട്ട് ഒരു കുട്ടിയുടെ വയറ് നിറയെ എത്ര വേണമെന്നുള്ളത് നമുക്കൊരു അളവ് കിട്ടും. ആ ഒരു ഇത് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 4-5 ദിവസം അങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ജസ്റ്റ് അവരൊന്ന് വെച്ച് നോക്കി ചെറുതായിട്ടൊന്ന് പിടിച്ച് നാവിലൊക്കെ ഒന്ന് ടച്ച് ചെയ്താൽ ആ ടേസ്റ്റ് അറിഞ്ഞു കിട്ടിയാൽ അവര് കുടിച്ചു. പിന്നെ നമുക്ക് റിസ്ക് ഇല്ല. അത് വരെ ശരിക്കും പറഞ്ഞ ഒരു 20 ദിവസം പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കര പാടാണ്. അത് നമുക്ക് ബ്രീഡിങ് എടുക്കുന്ന വാങ്ങാൻ വരുന്ന ആൾ ഒരിക്കലും ചിന്തിക്കില്ല. ഇതിന്റെ പിറകെ പറഞ്ഞ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഉറക്കൊഴിച്ചിട്ട് നമ്മളൊരു വഴിക്കാവും. ഈ ഫീഡിങ് ഇപ്പൊ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ രാത്രി ഏകദേശം 3-4 മണിക്കൂർ ബ്രീഡറെ സംബന്ധിച്ചിട്ട് നമ്മളിതുണ്ടല്ലോ, ഈ ക്രോസിങ് കഴിഞ്ഞത് മുതൽ നമ്മളെ ശ്രദ്ധ തുടങ്ങാണ്. അത് ആ ടൈം ആയത് മുതൽ 65-62 ദിവസം ഇവര് വരുന്നവരെ, അത് കഴിഞ്ഞിട്ട് ഇവരെ ഓരോ ദിവസവും കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നതാണ്. എത്ര ദിവസമായി? 50 ദിവസമായി. അപ്പൊ നമുക്ക് ഏകദേശം ഉണ്ടല്ലോ ഇവരെ കൊടുക്കാനുള്ള, അതായത് കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു എന്താ പറയാ, ഒരു പ്രൊസീജിയർ ആണല്ലോ. നമുക്ക് എല്ലാ കുട്ടികളെയും നമുക്ക് തന്നെ എടുത്ത് വളർത്തി എല്ലാരെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല അല്ലേ? കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. എല്ലാരെയും കൂടെ നമുക്ക് നിർത്താൻ പറ്റില്ല അല്ലെ? ഇങ്ങനെ കാണുമ്പോൾ കൊടുക്കാനും തോന്നില്ല. അപ്പൊ നമ്മള് കൊടുത്താലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ ആരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വരരുത്. കാരണം കുറെ കാലം നമ്മളെ കഷ്ടപ്പാടും കുറെ ആയിരുന്ന കുറെ അനുഭവങ്ങളും കുറെ പഠിച്ചിട്ടാണ് മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബ്രീഡിങ് ഉള്ള പർപ്പസിലേക്ക് എത്തിയത്. നന്നായി നമ്മൾ പഠിച്ചിട്ടും ഓരോ ട്രയൽ തന്നെയാണ് നമ്മൾ ഓരോ പപ്പീനെ വളർത്തുമ്പോഴും. പിന്നെ അത് മാത്രമല്ല, ഇവരെ കൊണ്ടുപോകാൻ വരുന്നവരുണ്ടല്ലോ, ഇതിനെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ കൗതുകത്തിന് മാത്രം ഈ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. ഇത് കഴിഞ്ഞ് ഇവരെ നോക്കലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കോസ്റ്റ്ലിയാണ്. അതെ, ഒരു നായനെ വളർത്തുക അല്ലെങ്കിൽ ഒരു ഡോഗിനെ വളർത്തുക നല്ല കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്നും ഇവരുടെ കൂടെ നിന്ന് എന്ന് വെച്ചാൽ ഒരു 12 കൊല്ലം അല്ലെങ്കിൽ 14 കൊല്ലം പിന്നെ എപ്പോഴും കൂട്ടിൽ അടച്ചിടാന്ന് വെച്ചിട്ട് കൊണ്ടുവരുന്നത്. അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുത്ത് നിന്നുള്ള നമ്മുടെ ഒപ്പം നിൽക്കാനാണ്. മാക്സിമം വിട്ട് വളർത്താനാണൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഫീമെയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊർണാഡോ ടിം ടോർ കനാലിന് പുറത്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ടൊർണാഡോ ഡോഗിന്റെ കുട്ടിയാണ്. ടൊർണാഡോ ടിം ടോർ. അത് അത്യാവശ്യം ഫേമസ് ആയിട്ട്. അതുപോലെ തന്നെ ഇവളുടെ മദർ സൈഡ് വന്നിട്ട് മദറിന്റെ ഫാദർ വന്നിട്ട് ഇന്ത്യൻ ചാമ്പ്യൻ റിക്സ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. അതുപോലെ തന്നെ അതിന്റെ ഫാദർ വന്നിട്ട് ജിസ്മോ ടിം ടോർ പറഞ്ഞുള്ള ജിസ്മോ അത്യാവശ്യം റോഡ് വീലറിനെ അറിയണ എല്ലാവർക്കും അറിയണതാണ്. അത്രയും സ്ട്രോങ് ബ്ലഡ് ലൈനാണ് നമ്മുടെ ഇതിൽ കിടക്കണത്. അപ്പൊ അതിലുള്ള പപ്പീസാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത്. അത് കണ്ടാലും അറിയാൻ കിട്ടും ആ ഒരു സൈസ്. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇതുപോലത്തെ ഒരു പപ്പീസാണ്. കാരണം അത്യാവശ്യം പഞ്ചിങ് ആയിട്ടുള്ള ഫേസും ഇന്നിപ്പോ എല്ലാവരും ട്രെൻഡിങ് അതിന്റെ കൂടെയാണ്. അത് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലഡ് ലൈനും കാര്യങ്ങളും നോക്കിയിട്ട് മേക്ക് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. കുട്ടികളെ വേണമെങ്കിലും കേട്ടോ, ഞാൻ നമ്പർ കൊടുത്തേക്കട്ടോ, വിളിച്ചോളൂ. എന്നെ കടിക്കൽ തുടങ്ങിയണ്ട ഏടാ കടിക്കല. അവൻ നമ്പർ കൊടുത്തേക്കാം, വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ പപ്പീസിനെ. പക്ഷെ അതല്ല, ഓൾറെഡി ചെന്നൈന്ന് എവിടുന്ന ബുക്കിംഗ് ആയിട്ടില്ല? ചെന്നൈന്ന് ഒരു ടീം ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 പപ്പീസ് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് കേട്ടോ. അവര് ഈ 60 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് കൊടുക്കുള്ളൂ എന്നുള്ളത് വെയിറ്റിംഗ് ആണ്. നമ്മള് 2 പപ്പി നമ്മളൊരു മെയിലും ഒരു ഫീമെയിലും നമ്മളെ നിർത്തും, ബാക്കി പപ്പീസിനെ നമ്മൾ കൊടുക്കും.
അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള KCA സർട്ടിഫിക്കറ്റ് ഉള്ള അടിപൊളി പപ്പീസിന് വേണമെങ്കിൽ അരുണിനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. കുറച്ച് പപ്പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.